അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പടച്ച റബ്ബിൻ്റെ ഒക്കെ ഒന്ന് പുണ്യം കിട്ടും. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കുക. ഈ റമദാൻ മാസമാണ്, പടച്ച റബ്ബിൻ്റെ ഒക്കെ ഒന്ന് പുണ്യം കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പടച്ച റബ്ബിൻ എല്ലാവർക്കും പുണ്യം നൽകും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് അല്ലാഹുവേ പടച്ചവനെ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തിയിട്ട് പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹുവേ എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, കബറിനകത്ത് എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ, എന്റെ കബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, പടച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാ മനസ്സുണ്ടോ പെങ്ങള്? എന്റെ പ്രിയമുള്ളവരെ, സീരിയലെല്ലാം നിർത്തിവച്ചിരിക്കുകയല്ലേ, സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ. ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ, ഇനി തുടങ്ങല്ലേ പൊന്നുമോളെ. മഹദിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല സ്വർഗത്തിന്റെ റാണിയാ, വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോളെ. ഖദീജ ബീവി റളിയല്ലാഹു തആല ദുനിയാവിൽ വെച്ച് പടച്ചവനെ സലാം പറഞ്ഞ പെണ്ണാണ് ഖദീജ. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹങ്ങളാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആയിഷ ബീവി എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിലെ ഏറ്റവും വയസ്സ് കുറഞ്ഞ ഭാര്യയുണ്ടല്ലോ, ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 അനുഗ്രഹമാണ് അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്തത്. ആ ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ടവർക്ക് നഫീസത്തുൽ മിസ്രിയാൻ അറിയുമല്ലോ. മരിക്കുന്ന സമയത്ത് 30 കൊല്ലം കരഞ്ഞു ദുആ ചെയ്തത്, മരിക്കുന്ന സമയം നോമ്പുകാരിയായി ഖുർആൻ ഓതി മരിക്കുന്നതിന് വേണ്ടി കബർ കുടിച്ചിട്ട് 30 കൊല്ലം ദുആ ചെയ്ത മഹദിയ. വായിച്ചു പഠിച്ചോ പൊന്നുമോളെ. ദിന്നൂറുൽ മിസ്രിയ നിനക്കറിയുമല്ലോ, ദിന്നൂറുൽ മിസ്രിയ നിനക്കറിയുമല്ലോ. പടച്ചവനെ, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ. കാരണം എന്തേ? സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല, സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല, അല്ലാ നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച ദിന്നൂറുൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ഖുർആൻ മാത്രം സംസാരിച്ച വനിതയല്ലേ, ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. മോളെ, എത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ. എന്തിനു പറയണം പെങ്ങളെ? മഹദിയായ മാഷിത റളിയല്ലാഹു തആല ചരിത്രം അറിയുമല്ലോ. മാഷിത ബീവിയുടെ ചരിത്രം അറിയാത്ത പെണ്ണുങ്ങൾ